ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ കോസി ബൈറ്റ് വിത്ത് ഹുദ. അപ്പം എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു പിങ്ക് കളർ ന്യൂഡിൽസിൻ്റെ പാക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ എൻ്റെ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിരുന്നു ഈ ഒരു ന്യൂഡിൽസിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് നോക്കാം. അതുപോലെ ഒരു നൂഡിൽസ് വരുന്നുണ്ട്. നെക്സ്റ്റ് ഒരു പൗഡർ വരുന്നുണ്ട് കേട്ടോ, ഇതിലേക്കുള്ള ബുൾഡാക്ക് പൗഡർ. ഈ നൂഡിൽസിന്റെ പേര് സംയാങ് നൂഡിൽസ് ആണ് കേട്ടോ. സംയാങ് ബുൾഡാക്ക് ഹോട്ട് ചിക്കൻ ഫ്ലേവർ റമേം ആണ്. പിന്നെ ഒരു സോസ് വരുന്നുണ്ട്. അപ്പൊ അത് ഉണ്ടാക്കാം. അപ്പം നമുക്ക് ഈ ന്യൂഡിൽസ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഫസ്റ്റ് എടുത്തിട്ടുള്ളത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ന്യൂഡിൽസ് തന്നെയാണ്. പിന്നെ മൊസറല്ല ചീസ്, പിന്നെ ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെയോ അല്ലെങ്കിൽ ഹോം മെയ്ഡ് ആയിട്ടുള്ള മയണൈസ്, പിന്നെ നമ്മളുടെ സ്വീറ്റ് കോൺ. ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് ഈ ന്യൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണ് മയണൈസും അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഓഫ് കോൺസും 3 ടേബിൾ സ്പൂൺ മൊസറല്ല ചീസുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. ഇനി ഒരു മിക്സ് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ന്യൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പം നമുക്ക് ന്യൂഡിൽസ് വേവിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള വെള്ളം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഈ തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് ന്യൂഡിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ന്യൂഡിൽസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ്സ് ആണ് ആ പാക്കറ്റിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 5 മിനിറ്റ്സ് വരെ നമ്മുടെ ന്യൂഡിൽസ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇത് കുക്ക് ചെയ്യുന്ന ടൈമിൽ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ന്യൂഡിൽസിലേക്ക് ഉള്ള പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പൗഡർ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എത്തുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഈ ഒരു മിക്സ് ഇതിൽ നന്നായിട്ട് ആയതിനു ശേഷം നമുക്ക് നമ്മുടെ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു സ്പൈസി സോസാണ്, അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ആഡ് ചെയ്താൽ മതി. ഇനി ഈ സോസ് നന്നായിട്ട് ഈ ന്യൂഡിൽസിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ന്യൂഡിൽസ് നല്ല ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് വെള്ളം ഇതിൽ ഉണ്ടാവണം. ഒരു ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ഈ നൂഡിൽസ് വേണ്ടത്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ ന്യൂഡിൽസ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മിക്സ് ഇതിൽ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 1 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ന്യൂഡിൽസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പൊ ഗൈസ്, നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കല്ലേ. അടിപൊളി, സൂപ്പർ ടേസ്റ്റി, ഭയങ്കര ക്രീമി ആയിട്ട്. അപ്പൊ ഗൈസ്, നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാനൊരു ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇത് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഗൈസ്, ഞാനത് വെറുതെ പറയുന്നതല്ല, സീരിയസ്ലി നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ക്രീമി ആയിട്ട് നമ്മൾ ആ ഹോട്ട് സോസ് ഒക്കെ വെച്ചതുകൊണ്ട് ചെറിയൊരു സ്പൈസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാനൊരു അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ഇത് കഴിച്ച ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.